നമസ്കാരം പ്രിയപ്പെട്ടവരെ. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് നാം വിഷുദിനമായി ആചരിച്ചു പോരുന്നത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം മലയാള വർഷത്തിന്റെ പിറവി എന്ന പ്രത്യേകതയും വിഷുദിനത്തിനുണ്ട്. ആചാരങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ശുഭദിനം കൂടിയാണ് വിഷു. 2025 വിഷു കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴിക ചേരുമ്പോൾ ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കലാണ് മേടരവി സംക്രമം നടക്കുന്നത്. അതായത് ഏപ്രിൽ 14-ാം തീയതി പുലർന്നു വരുമ്പോൾ തിങ്കളാഴ്ച ദിനത്തിലാണ് ഈ വർഷത്തെ വിഷു. രാത്രിയും പകലും സമമായി വരുന്ന കാലത്തെ വിഷുവത് അഥവാ വിഷു എന്ന് പറയുന്നു. ഒരു വർഷത്തിൽ തന്നെ 2 വിഷുദിനങ്ങൾ വരുന്നുണ്ടെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. തുലാം 1-നും മേടം 1-നും. ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിലേക്കും പ്രവേശിക്കുന്ന ദിവസം രാത്രിയും പകലും സമമായിരിക്കും. വിഷുപ്പുലരിയിൽ നാം കണി കണ്ടുണരുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായ മംഗളവസ്തുക്കൾ കണ്ടുകൊണ്ടാണ്. ഒപ്പം തന്നെ സർവ്വ ഐശ്വര്യത്തിനും നിദാനമായ സർവേശ്വരനെയും കണി കാണുന്നു. വിഷുവിന്റെ ആചാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് കണി കാണലിനാണ്. വിഷുപ്പുലരിയിൽ കണി കാണുന്നതിനായി തലേന്നു രാത്രിയിൽ തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കും. വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീകളാണ് കണിയൊരുക്കുന്നത്. മറ്റു കുടുംബാംഗങ്ങളുടെ സഹായവും കൂടി ഇതിനുണ്ടാകും. നല്ലൊരു വെള്ളോട്ടുരുളി വെളുക്കെ തേച്ച് ആ ഉരുളിയിൽ ഉണക്കലരി, കണിക്കൊന്ന പൂവ്, വാൽക്കണ്ണാടി, കസവ് വസ്ത്രം, സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണം അല്ലെങ്കിൽ വെള്ളി രൂപ തുട്ടുകളോ ആവാട്ടോ, കണിവെള്ളരിക്ക, വെറ്റിലപ്പാക്ക്, 2ആയി ഉടച്ച നാളികേരം, ഏതെങ്കിലും ഗ്രന്ഥങ്ങള് എന്നിവ യഥാക്രമം ചിട്ടയോടും ഭംഗിയായും വയ്ക്കണം. ചക്ക, മാമ്പഴം, പഴം, പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തൊക്കെ ഫലവർഗ്ഗങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം അലങ്കാരമായിട്ട് വയ്ക്കാവുന്നതാണ്. തേച്ചു മിനുക്കിയ നിലവിളക്കില് എണ്ണയും തിരികളുമിട്ട് തെളിയിച്ച് പാകത്തിന് സമീപത്ത് തന്നെ വെക്കണം. ചെറിയ കിണ്ണങ്ങളില് ഉപ്പും പുളിയമരക്കയും വെക്കുന്ന പതിവ് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു പീഠത്തില് പട്ട് വിരിച്ച് അതില് ശ്രീകൃഷ്ണ ഭഗവാന്റെ കമനീയമായൊരു വിഗ്രഹം ആഭരണങ്ങളും പൂമാലകളും ഒക്കെ ചാർത്തി അലങ്കരിച്ച് വയ്ക്കുക. അരിത്തിരി കത്തിക്കുന്ന സമ്പ്രദായം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതിനായി അല്പം അരി കിഴിയായി കെട്ടി നാളികേര മുറിയിൽ എണ്ണയൊഴിച്ച് കിഴി എണ്ണയിൽ മുങ്ങത്തക്ക വിധത്തില് വെച്ച് കത്തിക്കുക. ഒരു കിണ്ടിയില് വെള്ളവും ഒരു തട്ടത്തില് ഭസ്മവും വയ്ക്കുക. ഇനി ഇരുന്ന് കണി കാണുന്നതിനായിട്ട് ഒരു പുൽപ്പായ കൂടി വിരിച്ചിടുക. ഇത്രയും ആയാൽ കണി ഒരുക്കല് പൂർത്തിയായി. ഇനി കണി കാണലാണ്. മിക്കവാറും ഉള്ള വീടുകളില് വീട്ടമ്മ തന്നെയായിരിക്കും കണി കാണുന്നതിന് മുമ്പായിട്ട് അരിത്തിരിയും ഈ നിലവിളക്കിലെ തിരിയും രണ്ടും തെളിയിക്കണം. സുഗന്ധധൂപങ്ങള് പുകച്ച് അന്തരീക്ഷം കുറച്ചുകൂടി ധന്യമാക്കി തീർക്കണം. വിഷുപ്പുലരിയില് കണി കാണാനുള്ള മുഹൂർത്തവും കൃഷിഭൂമിയിൽ ചാലുപൂട്ടി വിത്തിടേണ്ട മുഹൂർത്തവും മറ്റും അതാത് സ്ഥലങ്ങളിലുള്ള ജ്യോതിഷന്മാർ ഓലയിൽ എഴുതി വീടുകളിൽ വിഷുവിന് മുമ്പായി എത്തിക്കുന്നൊരു പതിവ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു കണി കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ സമ്പ്രദായമൊന്നും പലയിടത്തും ഇല്ല. കണ്ണു തുറന്നാൽ ആദ്യം കണി കാണേണ്ടത് ഭഗവത് വിഗ്രഹവും ഉരുളിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന മംഗള വസ്തുക്കളുമാണ്. അതിനാൽ അമ്മ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളോട് കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞാണ് വിളിച്ചുണർത്തുന്നത്. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് കൈ പിടിച്ചവരെ കണി കാണാനായി പായയിൽ കൊണ്ടുചെന്ന് ഇരുത്തുകയാണ് പതിവ്. കിണ്ടിയിലെ വെള്ളത്തിൽ കൈ നനച്ച് കണ്ണുകൾ ശുദ്ധമാക്കി ഭസ്മക്കുറിയിട്ട് അലക്കിയ വസ്ത്രം ചുറ്റിച്ച ശേഷം കണ്ണ് മിഴിച്ച് മുന്നിലേക്ക് നോക്കുവാൻ പറയുന്നു. അരിത്തിരിയുടെയും നിലവിളക്കിന്റെയും പ്രകാശത്തിൽ മന്ദസ്മിതം തൂകി നിൽക്കുന്ന ഭഗവാനെയും ഉരുളിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന മംഗള വസ്തുക്കളെയും കണ്ടിട്ട് വീട്ടിലുള്ളവരെല്ലാം ആനന്ദ നിർവൃതി അടയുന്നു. പണ്ടൊക്കെ തൊഴുത്തിൽ നിൽക്കുന്ന കന്നുകാലികൾക്കും കണി കാണിക്കുക ഒരു പതിവായിരുന്നു. വിഷുവിന് പടക്കം പൊട്ടിക്കൽ എന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ചടങ്ങാണ്. രാവും പകലും ഭേദമില്ലാതെ പടക്കങ്ങൾ പൊട്ടിക്കുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് എപ്പോഴും കേൾക്കാം. എന്നാൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് വടക്കൻ കേരളത്തിലാണ്. തെക്കൻ കേരളത്തില് സാധാരണ ദീപാവലിക്കാണ് പടക്കം പൊട്ടിക്കാറ്. വിഷുവിന് അങ്ങനെ ചെയ്തു വരുന്നത് കുറവാണ്. ഇനി വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വിഷുക്കൈനീട്ടം അല്ലേ?
കണി കണ്ടു കഴിഞ്ഞാൽ വീട്ടിലെ കാരണ വരെ ആയിരിക്കും എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക. അത് പണ്ട് മുതലേയുള്ള ചടങ്ങാണ്. കൂട്ടുകുടുംബം നിലനിന്നിരുന്ന കാലത്ത് ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മുതിർന്ന ഒരു കാരണവരുണ്ടാവും. അദ്ദേഹമായിരിക്കും എല്ലാവർക്കും കൈനീട്ടം നൽകുക. ഇന്ന് ചെറിയ കുടുംബങ്ങളാണല്ലേ. എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നതിനായി വിഷുവിന് മുമ്പായി തന്നെ നാണയത്തുട്ടുകൾ കരുതി വയ്ക്കും. പണത്തിന് മൂല്യമുള്ള അക്കാലത്ത് നാണയത്തുട്ടുകളാണ് കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടമായി നൽകിയിരുന്നത്. മുതിർന്നവർക്കാകട്ടെ 1.25 രൂപയും. ഇന്നേ കാലത്ത് നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ എത്ര രൂപ വേണമെങ്കിലും കൈനീട്ടമായിട്ട് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം എത്ര രൂപയാണെങ്കിലും 1 രൂപ കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 101 രൂപ അങ്ങനെ കണക്കാക്കി വേണം കൊടുക്കാൻ. ഇനി ചിലരൊക്കെ ഈ വെറ്റിലയും അടക്കയും വെച്ച് നാണയവും കൂടെ കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഒരു ഗുരുദക്ഷിണ സമ്പ്രദായമാണ് കേട്ടോ. വിഷു കൈനീട്ടത്തിന് എത്ര രൂപയാണോ അത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കണി കണ്ട് കൈനീട്ടം ലഭിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള ചടങ്ങ് എന്താണ്? കുളിച്ച് ശുദ്ധമായി പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ക്ഷേത്ര ദർശനം നടക്കുക. അപ്പോൾ കണി കണ്ടു കഴിഞ്ഞിട്ട് ചില കുട്ടികളൊക്കെ കിടന്ന് വീണ്ടും ഉറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വിഷുക്കണിയുടെ ഫലം ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കണി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിച്ച് ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ക്ഷേത്ര ദർശനത്തിന് പോകണം. ക്ഷേത്രത്തിലും കണിയൊരുക്കുന്ന പതിവൊക്കെ ഉണ്ട്. ഒരുക്കി വച്ചിരിക്കുന്ന കണിയും ഭഗവത് ദർശനവും കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ശാന്തി കൈനീട്ടം കൊടുക്കുന്ന ഒരു ചടങ്ങൂടെയുണ്ട്. അതും കൂടി മേടിച്ചിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോരുന്നത്. അപ്പോൾ നമ്മൾ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലരൊക്കെ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ വിളക്ക് കെടുത്തി കണി എടുത്ത് മാറ്റാറുണ്ട്. എന്നാൽ ചിലരാകട്ടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കണി എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ ചെയ്യുന്നതിലും തെറ്റില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഉച്ച കഴിയുന്നവരെയൊന്നും വച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതിനു മുന്നേ തന്നെ ഇത് കണി മാറ്റാവുന്നതാണ്. ചിലരൊക്കെ ഈ കണിയിലുള്ള വസ്തുക്കൾ തന്നെ എടുത്ത് ഉച്ചയ്ക്ക് സദ്യക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ പലരുടെയും സംശയമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും ആരോഗ്യപൂർണവുമായിട്ടുള്ള ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. വിഷു ആശംസകൾ.